ഹലോ, ഗോൾഡൻ ചേച്ചി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോൾഡൻ ചേച്ചി. നമ്മുടെ റോസ് ചെടികളൊക്കെ നശിച്ചു പോകുന്നതിൻ്റെ മുഖ്യ കാരണം എന്നാന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. അതായത് മേടിച്ച് വെച്ച ഒരു ചെടിയാണ്. നല്ല കരുത്തും ഇതൊക്കെ ഉള്ള ഒരു ചെടിയായിരുന്നത്. ഈ ചെടിയെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടോ, ഒന്നാമത്തെ കാര്യം ആ അളിഞ്ഞിരിക്കുന്ന മണ്ണ്. ഇതിൻ്റെ അടിയിൽ വലിയ വേരുകളോ യാതൊന്നുമില്ല. ചെറുതായിട്ട് രണ്ട് മൂന്ന് ഈ പൂട പോലത്തെ കുറച്ച് വേരുകൾ മാത്രമേ ഈ ചെടിക്കുള്ളൂ. ഒന്ന് ആ ചെളിക്കകത്ത് നിൽക്കുന്നത്, രണ്ട് ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ, ഇതിൻ്റെ ചൂട് കണ്ടോ ഇരിക്കുന്നത്, വീർത്ത് കെട്ടി ഒരു എന്നാ പറയുക, മന്ത് പിടിച്ച പോലെ. ഇതെന്നാ സംഭവിച്ചതെന്ന് അറിഞ്ഞോ? ഈ ചെടിക്ക് കണ്ടോ, ഈ ചെടിക്ക് ഇതേപോലത്തെ ഇത് ബഡ് ചെയ്ത് ഇവരങ്ങ് നിർത്തിയിരിക്കുക. ഈ ബഡ് ചെയ്ത് നിർത്തിയ സാധനം നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പം ഈ സാധനം നമ്മൾ എടുത്ത് കളഞ്ഞില്ല എന്ന് വരികിൽ ഇതിനകത്തൂടെ ഈ മന്ത് പോലെ ഇങ്ങനെ വന്ന് ഈ ചെടി നശിച്ചു പോകുന്നു. ഇത് ഞാനിത് എടുത്ത് കണ്ടത് കൊണ്ടിട്ട് ഇത് ഉണങ്ങാനുള്ള പ്ലാനായിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് ഇതിപ്പോൾ അങ്ങ് ഉണങ്ങും. അതിന് ഞാനതിൻ്റെ മുഴുവൻ ഇതിൻ്റെ ഉള്ളിലൂടെ എല്ലാം ഈ പ്ലാസ്റ്റിക് കയറി ഇതിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാനിപ്പം വെച്ചതാണ്. രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അതിനെ എടുത്ത് കളഞ്ഞേച്ചിട്ട് ഈ ചെളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ചെളിക്കകത്താണ്. അപ്പോൾ അതിൻ്റെ ആ പന്നവേര് മാത്രമേ അതിനുള്ളൂ. അതിനൊരു നല്ല വേര് പോലും കൂടെ ആ ചെടിക്കില്ല. ഇനി നമുക്ക് ഈ ചെടി നമുക്ക് എടുത്തു നോക്കാം. എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഈ സാധനം കട്ട് ചെയ്ത്, ഇതുകൊണ്ടോ, ഈ സാധനം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതുണ്ട് ഈ അളിഞ്ഞ മണ്ണ്. ഈ മണ്ണ് ഭയങ്കര ബലമാണിത്. ഇതിനകത്തൂടി ഒന്നും ഒരു വേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ച് ചെയ്യത്തില്ല. നമ്മൾ നല്ല മണ്ണിലേക്കൊക്കെ വെച്ചാൽ തന്നെയും പെട്ടെന്ന് തന്നെ ഈ ചെടി അങ്ങോട്ട് നശിച്ചു പോകത്തേ ഉള്ളൂ. കുറച്ചു കാലമൊക്കെ അങ്ങനെ ഇങ്ങ് നിൽക്കും. അവരിത് ചെയ്യുന്നത് ഈ ചുട്ട കട്ടയാണിത്. ആ കട്ട ഈ മണ്ണ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് നാൾ ഇരിക്കുക. അവരിപ്പോൾ ഒത്തിരി കാലമൊന്നും ഈ ചെടി ഇങ്ങനെ വെക്കുന്നില്ലല്ലോ. നമ്മുടെ കയ്യിലല്ലേ വർഷങ്ങളോളം ഈ ചെടികളിരിക്കുന്നത്. അപ്പോൾ ഈ ചെടികൾ നമ്മുടെ കൈ വരുമ്പോഴാണ് ഇത് നശിച്ചു പോകുന്നത്. അതുവരെ അതിൻ്റെ ചുവട്ടിൽ വേണ്ടതായ വളങ്ങളും എല്ലാം ചേർത്ത്, ഇതിപ്പം വേരിനൊന്നും ഒരു കേടുമില്ലാതെ കേട്ടോ ഞാനിത് എടുക്കുന്നത്. ഇത് നല്ലോണം കുതിർന്നിരിക്കുന്നതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഇങ്ങോട്ട് പൊക്കിയെടുക്കാൻ പറ്റി. അതല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാവും പൊക്കിയെടുക്കാമെന്ന് നമുക്ക് വെള്ളത്തിനകത്ത് വെച്ചാൽ മതി. ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് വെച്ചാൽ കുറേ സമയമെടുക്കും. ഇതാകുമ്പോൾ ഇത് നല്ലോണം കുതിർന്ന കാരണം ഞാനിങ്ങോട്ടൊന്ന് കിള്ളി ഞാനിങ്ങോട്ട് എടുക്കുവാണ്. ഇതെടുത്തിട്ട് കണ്ടോ, അതിൻ്റെ അടിയിൽ നല്ല വേര് പോലും കൂടി ഈ ചെടിക്കില്ല. ഇതാണ് ഇതിൻ്റെ ചുവട്. കണ്ടോ. ഇത് ഞാൻ കഴുകുന്നൊന്നുമില്ല. കഴുകണമെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞെങ്കിൽ നമ്മൾ ഇത് കഴുകുന്നില്ല. കാരണം വേരിന് ക്ഷതം ഏൽപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി ഞാനിതിൻ്റെ ഈ പ്ലാസ്റ്റിക് കൂടെ എടുത്ത് കളയുകയാണ്. അല്ലെന്നൊരിക്കൽ അവിടെയാണ് മന്ത് പോലെ അങ്ങോട്ട് അയച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം കൊണ്ടുപോകാൻ പറ്റാതെ അത് വീർത്ത് കെട്ടി നശിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇപ്പോൾ ഇതിന് തന്നെ ഒരു ക്ഷീണമായിട്ടുണ്ട്. നല്ലതായിട്ടൊരു ക്ഷീണം വന്നിട്ടുണ്ട്. ഞാനും നന്നായിട്ടൊന്ന് ഇതൊന്ന് പൊളിച്ച് കളയട്ടെ. ഞാനിപ്പം ഇത് പൊളിച്ച് കളഞ്ഞു. ഇപ്പം തന്നെ കണ്ടോ, അതിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ, നമ്മുടെ മനുഷ്യ ശരീരത്തിലാണെങ്കിലും രക്തയോട്ടം ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇത് കണ്ടോ, അതിൻ്റെ ചുവട്ടിലൊക്കെ വട്ടം ചളുക്കുകളൊക്കെ വീണിട്ടുണ്ട്. കാരണം അത് അവിടെ വെച്ചിട്ട് അങ്ങ് വീർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം പാകം ചെയ്യാൻ വെള്ളം കൊടുക്കാൻ ഒന്നും പറ്റാതെ വരുമ്പോൾ അതിൻ്റെ ചൂട് ഇവിടം വെച്ചങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് എല്ലാവരും ഒരു ഉപകാരം ചെയ്യാം. ഇത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ഈ ചെളിമണ്ണ് ഇതിൽ നിന്ന് നീക്കം ചെയ്യുക. ഇത് കണ്ടോ, ഈ ചെളിയാണിത്. ഈ ചെളിക്കകത്തുനിന്ന് ഈ മണ്ണിനെ കുറേ നീക്കം ചെയ്ത് കഴുകിയൊന്നും എടുക്കണ്ട. കാരണം വേരിന് ക്ഷതമൊന്നും ഏൽക്കാത്ത വിധത്തിൽ ഇതിനെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചെടികൾക്ക് പൂക്കളുണ്ടെന്ന് വരികിൽ ആ പൂക്കൾ അങ്ങ് തീർന്ന് തീർച്ചയ്ക്കും ഇതിങ്ങനെ വേറെ ചട്ടിയിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യാൻ ഒരിക്കലും മടിക്കണ്ട. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ റോസച്ചെടികളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും. എനിക്ക് ഒത്തിരി അനുഭവം വന്നതാണ്. എന്നിട്ട് പിന്നെ ഞാനിത് അന്വേഷിച്ചറിഞ്ഞ് കണ്ടുപിടിച്ചു. യൂട്യൂബിലൊക്കെ നോക്കി ഒത്തിരി പേരുടെ ഇത് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചെടി ഇങ്ങനെ ഇപ്പോൾ അവിടെ തന്നെ കറുപ്പ് നിറമൊക്കെ വന്നു തുടങ്ങി. കണ്ടോ,
ആ കറുപ്പ് നിറവും വന്ന് അവിടെ ഒരു പുണ്ണ് പിടിക്കുമ്പോൾ അങ്ങോട്ടാകും. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്തുണ്ടാകുന്നു അതേ അവസ്ഥയല്ലേ ഇതുങ്ങൾക്കും വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം പാസ് ചെയ്ത് ആഹാരം പാസ് ചെയ്യാനും പറ്റാതെ വരുമ്പോഴാണ് ഇതിങ്ങനെ ആകുന്നത്. എന്നിട്ട് ഇതങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് നശിച്ചു പോകും. അതാണ് നമുക്ക് നഴ്സറിയിൽ നിന്നും കിട്ടുന്ന ചെടികളിൽ ഒരു 90% ചെടികളും നശിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇനി ഞാനിത് ഒന്ന് എന്നിട്ട് ആ ബഡിൻ്റെ അടിയ മണ്ണ് വരാവുള്ളൂ. ബഡേൽ മണ്ണ് മൂടാൻ പാടില്ല. എന്നിട്ട് നല്ലപോലെ ചുവടിങ്ങനെ കുത്തി ഉറപ്പിച്ച് നമ്മളതിനകത്ത് വെള്ളം തളിച്ച് തണലത്ത് വെക്കുക. പതുക്കെ ഇതിന് ഉഷാറായി വരുമ്പോൾ മാത്രമേ നമ്മളിതിനെ വെയിലത്തോട്ടെടുത്ത് വെക്കാൻ പാടുള്ളൂ. ഞാനിവിടെ വെച്ചിട്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാൻ പോവാം. അതിന് വെള്ളമൊക്കെ തളിച്ച് കൊടുത്തു. ഇനി അവരെ നമുക്കങ്ങോട്ട് രക്ഷപ്പെടുത്തിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഇത് എടുത്ത് കളയാൽ എന്നൊരിക്കൽ താഴ്ചയ്ക്ക് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അപകടം സംഭവിക്കും. ഇതാണ് ഇത് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്. ഞാൻ അതിൻ്റെ ഇതിനകത്തു നിന്നെല്ലാം ഇതെല്ലാം കിള്ളിപ്പൊളിച്ച് കളഞ്ഞ് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് അതിൻ്റെ ചൂട് കണ്ടോ, ചളിങ്ങിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് വട്ടം ചുറ്റിയതിൻ്റെയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് എടുത്ത് കളയേണ്ടെന്നൊക്കെ അവർ പറയും. പക്ഷേ അത് അവരുടെ ബിസിനസ്സാണ്. നമ്മുടെ ബിസിനസ് ഇങ്ങനെയാണ്. നമ്മളത് എടുത്ത് കളഞ്ഞ് നന്നായിട്ട് ഇനിയെങ്കിലും നമ്മുടെ റോസക്കിഴിയെ നമ്മൾ രക്ഷിക്കാൻ നോക്കുക. ആദ്യം തണലത്ത് വയ്ക്കുക. എന്നിട്ടത് തണുപ്പൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിനെ എടുത്തിട്ട് പതുക്കെ വെയിലത്ത് വെക്കാൻ പാടുള്ളൂ. ഓക്കെ, ബൈ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരിൽ സബ്സ്ക്രൈബൊക്കെ തന്ന് സഹായിക്കുക. ഓക്കെ, ഇതാണ് ഞാൻ വെച്ച ചെടികൾ. എല്ലാത്തിനും നന്നായിട്ട് കൂമ്പ് വന്നു. മുട്ടുകൾ അതിനകത്ത് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ഇതെല്ലാം അന്ന് ഇതിനും കൂമ്പ് വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഓക്കെ.